ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ബഹളത്തിനിടെ ലോക്സഭയിൽ അവതരിപ്പിച്ചുവെങ്കിലും പ്രതിപക്ഷം സഹകരിക്കാത്തതിനെ തുടർന്ന് ചർച്ച നടന്നില്ല. ചർച്ചയ്ക്ക് തയ്യാറാകാത്ത പ്രതിപക്ഷ നിലപാട് സങ്കടകരമാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞ ശേഷം ചർച്ചയാകാമെന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. मैं सदन में व्यवस्था दे चुका हूं। प्रश्नकाल में केवल माननीय सदस्य उनके प्रश्न के उत्तर सरकार देगी। ये एक जवाबदेही और महत्वपूर्ण विषय कठिनाई चुनौतियों पर प्रश्नकाल चलाने में सहयोग पैदा करें। अंदर ये अच्छा प्रयास नहीं है। मैं फिर माननीय सदस्य से आग्रह करता हूं, ये सदन है जो दुनिया का सबसे बड़ा लोकतंत्र है। ये कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं को समाप्त करने का प्रयास कर रहे हैं। आप जाइए अपने अपने सदन बैठिए, लेकिन तख्तियां लेकर आना ये उचित नहीं है। महिला सांसद के प्रश्न हैं। सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है। आंटनी जॉर्ज वो भी तैयारी करके आए हैं। बहुत ही महत्वपूर्ण बच्चों के लिए, युवाओं के लिए, छात्रों का जिंदगी के लिए ये महत्वपूर्ण बिल है। सब बोलने वाले वक्ता भी तैयार है, फिर भी जानबूझ करके कांग्रेस पार्टी और उसके कुछ साथी जानबूझ करके आज इतना महत्वपूर्ण बिल पे चर्चा होने नहीं दे रहे हैं। मैं बहुत दुखी मन के साथ कह रहा हूँ। पहले दिन तो वो कह रहे थे कि चर्चा करना चाहिए, एग्जाम का मामला है, बच्चों का मामला है। अब जब चर्चा करने के लिए इतना महत्वपूर्ण बिल लेकर के जब आया है, टाइम भी दे चुके हैं 6 घंटे स्पीकर साहब ने, और टाइम देंगे, आप चाहते तो और टाइम देंगे। ആന്റണി ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും പാർലമെന്റ് സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറഞ്ഞതിന് ശേഷമേ മറ്റുള്ള ചർച്ചകളിലേക്ക് തങ്ങൾ നീങ്ങൂ എന്നൊരു നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുമ്പോൾ ബില്ല് പ്രതിപക്ഷ പിന്തുണയില്ലാതെ പാസാക്കാൻ തന്നെ ആയിരിക്കുമോ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം? തീർച്ചയായും രാവിലെ മുതൽ സഭാ നടപടികൾ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പ്രധാനപ്പെട്ടത് ഈ ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ അതിക്രമം, പെല്ലറ്റ് ഗണ്ണടക്കം ഉപയോഗിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതുപോലെ തന്നെ കേന്ദ്രസേന അടക്കം നടത്തിയ അതിക്രമത്തിൽ അതിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറയണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് രാവിലെ സഭാ കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷം 11 മണിക്ക് പാർലമെന്റ് നടപടികൾ തുടങ്ങിയപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. വലിയ പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം ഉയർത്തിയത്. മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പ്രതിപക്ഷം ബഹളം തുടർന്നതോടുകൂടി 11 മണിക്ക് ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചു. സമാനമായി രാജ്യസഭയിലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ അമിത് ഷാ പ്രത്യേകം മറുപടി പറയണം എന്നുള്ളതായിരുന്നു അവിടെയും ആവശ്യം. ഏതായാലും ഈ വിഷയങ്ങളിൽ 2 സഭകളും നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചു. 12 മണിക്ക് ലോക്സഭയിൽ സഭാ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. നമുക്കറിയാവുന്ന പോലെ 2024 പൊതുപരീക്ഷാ ഭേദഗതി പൊതുപരീക്ഷാ നിയമം ഭേദഗതി ചെയ്ത് ഈ ചോദ്യപേപ്പർ ചോർച്ച നടത്തുന്നവർക്കടക്കം കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമ ഭേദഗതി ഉൾപ്പെട്ടതാണ് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല്. ആ നിയമ ഭേദഗതി ബില്ലാണ് ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ചത്. ഈ സമയത്തൊക്കെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധവും ബഹളവും ലോക്സഭയിൽ തുടരുകയായിരുന്നു. പക്ഷേ സ്പീക്കർ ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷത്തോട്
ആവശ്യപ്പെട്ടെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടിലായിരുന്നു പ്രതിപക്ഷം ഉണ്ടായിരുന്നത്. അവർ ആവശ്യപ്പെട്ടത് ആദ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയട്ടെ, അതിനുശേഷമാകാം മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ളതായിരുന്നു. അങ്ങനെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഈ ഘട്ടത്തിലൊക്കെ തുടർന്നതോടുകൂടി ചർച്ച 2 മണിക്ക് എന്ന നിലയിലേക്ക് മാറ്റി. 2 മണിവരെ ലോക്സഭ നിർത്തിവെച്ചു. സമാനമായി രാജ്യസഭയും നിർത്തിവെച്ചു. അങ്ങനെ 2 മണിക്ക് ലോക്സഭ തുടങ്ങിയപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നു. പ്രതിപക്ഷം സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. അങ്ങനെ സഹകരിച്ചാൽ 5 മണിക്ക് സഭ ചേരുമ്പോൾ 6 മണിക്കൂർ ചർച്ച നടത്താം ഈ ബില്ലിന്മേൽ എന്നുള്ളൊരു നിർദ്ദേശവും സ്പീക്കർ വെച്ചു. പക്ഷേ ആ ഘട്ടത്തിലും വഴങ്ങാനായി പ്രതിപക്ഷം തയ്യാറായില്ല. അങ്ങനെ 5 മണി വരെ സഭാ നടപടികൾ നിർത്തിവെച്ചു. 5 മണിക്ക് സഭാ നടപടികൾ പുനരാരംഭിച്ചപ്പോഴും ലോക്സഭയിൽ പ്രതിപക്ഷം ബഹളം തുടർന്നു. അങ്ങനെ വലിയ പ്രതിഷേധം സഭയിൽ തുടർന്നതോടുകൂടി ഇന്നിപ്പോൾ ലോക്സഭ നാളത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ബില്ലിന്മേൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. രാജ്യസഭയിലും ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പലകുറി രാജ്യസഭയും നിർത്തിവെച്ചു. രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. ഏതായാലും നാളെ ലോക്സഭയിൽ വീണ്ടും ബില്ലിന്മേൽ ചർച്ചയ്ക്കുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിയേക്കും. അല്ലെങ്കിൽ ചർച്ച കൂടാതെ തന്നെ ബില്ല് പാസ്സാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഉള്ളത്. നാളെ രാവിലെ 9:30 NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ തുടർ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നാൽ ഏതായാലും ഈ ബില്ല് പാസ്സാക്കണമെന്ന നിലപാടിൽ തന്നെയാണ് സർക്കാരുള്ളത്. അങ്ങനെയെങ്കിൽ ചർച്ച കൂടാതെ ബില്ല് പാസ്സാക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. നാളെ ബില്ലിന്മേൽ വോട്ടെടുപ്പ് അടക്കം നടക്കുകയും ചെയ്യും. ഏതായാലും പ്രതിപക്ഷം നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസിന്റെ നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് വന്ന് മറുപടി പറയണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ ഏതായാലും പ്രതിപക്ഷം ഒരുക്കമല്ല എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ രാജ്യസഭയിലടക്കം മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം വ്യക്തമാക്കിയത്. അതേസമയം നിങ്ങൾ ചർച്ചയോട് സഹകരിക്കൂ, ചർച്ചയുടെ ഘട്ടത്തിൽ നേതാക്കളടക്കം സംസാരിക്കും, അമിത്ഷാ അടക്കം സംസാരിക്കുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാരും പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി പ്രത്യേക പ്രസ്താവന നടത്തണം, ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ മറുപടി പറയണം, അതിനുശേഷം നമുക്ക് ബില്ലിന്മേൽ ചർച്ച നടത്താമെന്നുള്ളതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഏതായാലും കഴിഞ്ഞ ഈ വർഷകാല സമ്മേളനം തുടങ്ങിയ ശേഷം ഇതുവരെയും പാർലമെന്റിന്റെ നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ CJPയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സഭാ നടപടികൾ നിരന്തരമായി തടസ്സപ്പെടുന്നുണ്ടായിരുന്നു. ഏതായാലും സമാനമായ സാഹചര്യം തന്നെയാണ് ഇനി വരും ദിവസങ്ങളിലും കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. ആന്റണി ജി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ലെന്ന ഉറപ്പ് കേന്ദ്രം പാലിക്കണമെന്ന് CJP. ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് CJP മുന്നറിയിപ്പ് നൽകി. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്നുവെന്നാണ് പരാതി. അസം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലാണ് കൂടുതലായും പോലീസ് നടപടി. സമരക്കാർക്കെതിരെ കേസെടുക്കുന്നില്ലെന്നായിരുന്നു ചർച്ചയിൽ കേന്ദ്രം നൽകിയ ഉറപ്പ്. ഉറപ്പുകൾ സർക്കാർ പാലിക്കുന്നില്ലെങ്കിൽ അത് യുവാക്കളോടുള്ള വിശ്വാസവഞ്ചനയാണെന്ന് CJP വക്താവ് സൗരവ് ദാസ് സമൂഹ മാധ്യമമായ എക്സിൽ പ്രതികരിച്ചു. കേസെടുക്കില്ലെന്ന് ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി.